Hi friends, welcome to our channel. ഇന്ന് ഒരു ചെറിയ ട്യൂട്ടോറിയലാണ്, റിക്വസ്റ്റഡ് ട്യൂട്ടോറിയലാണ് ഇത്. പിക്കോ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പിക്കോ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു ചെറിയ ട്രിക്കാണ് പരിപാടി പിക്കോ ചെയ്യുന്നത് ഇങ്ങനത്തെ ടേബിൾ ടോപ്പ് മെഷീനിൽ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പിക്കോ ഫൂട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിക്കോ ഫൂട്ട് നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്തോണം. ഇതാണ് പിക്കോ ഫൂട്ട് അറ്റാച്ച് ചെയ്തു. ഇനി ഡയലിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഡയൽ വന്നിട്ട് നമ്മൾ സിയിൽ വയ്ക്കാം. അപ്പോൾ ഈ സി ഓപ്ഷൻ വരുമ്പം ഇങ്ങനെ നോക്കാൻ പോയാൽ സി വരുന്നത് ഈ യെല്ലോ ആണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ SS സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ പിക്കോ ചെയ്യുമ്പോൾ ഇത് ടൂല് വെച്ചാൽ നല്ല പിക്കോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സെറ്റിംഗ് ചെയ്തോളും സാരിക്ക് പിക്കോ ചെയ്യുമ്പോൾ. ഇത് സിയിൽ വന്നിട്ട് അതുപോലെ തന്നെ ഇത് ഒരു ടൂല് 1.5 ഇല്ലെങ്കിൽ ടൂല് വെച്ചാൽ മതി. അപ്പം ഞാൻ ടൂല് വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ ചാനലിൽ എൻ്റെ ഫസ്റ്റ് പേയ്മെൻ്റ് ആയി യൂട്യൂബിൽ നിന്ന്. അപ്പം കാണാത്ത ആൾക്ക് വേണ്ടി പറയുകയാണ്. സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോ കഴിഞ്ഞിട്ടാകുമ്പം ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ആ വീഡിയോ തരാം എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്. അതും കൂടെ കാണാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഫാബ്രിക്കിലാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വലിയ സാരിയിലൊക്കെ കാണിക്കുമ്പോൾ സമയം ഒത്തിരി ആവും, വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ സാരീൻ്റെ തുമ്പ് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കണം. നൂലൊന്നും ഇല്ലാണ്ട് എടുക്കണം. എന്നിട്ടാകുമ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് ഫൂട്ട് എടുത്ത് ഇതുപോലെ നോർമൽ നമ്മൾ വെക്കുന്ന പോലെ ഈ നീഡിലിൻ്റെ താഴെ വരെ വെച്ച് കൊടുക്കാം. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നൂലൂടെ പിടിക്കുക. എന്നിട്ട് ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. 2 സ്റ്റിച്ച് ഇട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫിംഗർ ഇവിടെ വയ്ക്കുക, ഈ ഫൂട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ. എന്നിട്ടാകുമ്പം ഈ തുണീനെ നമ്മളിങ്ങനെ ശകലം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ചോളം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ തുണീനെ റൈറ്റ് ഹാൻഡിലത്തെ സൈഡ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ പൊക്കി പിടിക്കാം. കണ്ടോ? അപ്പോൾ അതിൻ്റെ അകത്തോട്ട് അത് തുണി പൊക്കോളും. ആ പൊസിഷനിൽ കണ്ടോ പോയതുണ്ടോ അകത്തോട്ട്? ഇത് കാണാമോ? ഇതിൻ്റെ അകത്തിൻ്റെ മുകളിൽ വെച്ചാൽ അറിയാം. നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇതേ പൊസിഷനിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ശകലം ഈ റൈറ്റ് ഹാൻഡ് ശകലം പൊക്കി പിടിക്കുക. ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ഫിംഗർ ഇവിടെ വെച്ചേക്കണം ഇങ്ങനെ. നോക്കിക്കോളൂ ഫ്രണ്ട്സ്, കാണാമോ? നമ്മൾ സാരിയിലൊക്കെ വെളിയിൽ നിന്ന് പിക്കോ ചെയ്യുന്ന പോലെയാണ് ഇത് പിക്കോ കിട്ടിയിരിക്കുന്നത്. ക്യാമറയിൽ അത്ര ക്ലിയർ ആവുമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇപ്പം കാണാമല്ലേ? ഇത് കണ്ടോളൂ ഫ്രണ്ട്സ്. ഈ സൈഡിൽ ഞാൻ ബ്ലൂ നൂല് വെച്ചുകൊണ്ടാണ് ഈ സൈഡിൽ കാണാത്തത്. നോക്കിക്കോളൂ, ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റൗണ്ട് പിക്കോ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഫ്രണ്ട്. അപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും മെഷീൻ്റെ സ്റ്റിച്ചിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളും കമൻറ്റ് ബോക്സിൽ. അതുമല്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ചെറിയൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവരും ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.